അകത്തോട്ട് പോയിക്കോട്ടെ. കൈരളി ന്യൂസിൽ നിന്നാണ്. അല്ല, മാധ്യമങ്ങൾക്കുള്ളിൽ പ്രവേശനമില്ല. നമ്മൾ സബ് കളക്ടറുടെ അനുഭവത്തോടു കൂടിയാണ് ഇവിടെ ഈ നഷ്ടപ്പെട്ട രേഖകൾ അവർക്കുള്ള ക്യാമ്പ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. സബ് കളക്ടറുടെ അനുവാദം തന്നിട്ടുണ്ട്. കടന്നു പോയിക്കോട്ടെ. എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയുടെ ജീവിതം വീണ്ടെടുക്കാൻ സർക്കാർ സംവിധാനങ്ങൾ സാധ്യമായതെല്ലാം ചെയ്യുകയാണ്. അതിപ്പോൾ നമ്മൾ കണ്ടതുപോലെ ചില ചുമതലകൾ ഏറ്റെടുത്തിരിക്കുന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലെ വിദ്യാർത്ഥികൾ വരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്യുന്നു. സർക്കാർ ഒരുക്കിയിരിക്കുന്ന ഓരോ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ദുരന്തബാധിതരുടെ നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുത്തു നൽകാൻ ഡെസ്കുകൾ ആരംഭിച്ചിരിക്കുകയാണ്. 878 പേർക്കായി 1162 സർട്ടിഫിക്കറ്റുകൾ ഇതിനോടകം നൽകിക്കഴിഞ്ഞു. 878 ബെനിഫിഷ്യറീസിനായി 1162 സർട്ടിഫിക്കറ്റുകൾ ഇതിനകം നമുക്ക് നൽകാനായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ കണക്കുകൾ. നഷ്ടപ്പെട്ട രേഖകൾക്കു പകരം ഓൺലൈനായി രേഖകൾ പരിശോധിച്ച് പ്രിന്റ് എടുത്ത് ലാമിനേറ്റ് ചെയ്ത് സ്നേഹപൂർവ്വം കൈമാറുകയാണ് ഉദ്യോഗസ്ഥർ. ഫസ്റ്റ് ഡേ നമുക്ക് ഏകദേശം 30-ലധികം കുടുംബങ്ങൾക്ക് 74ഓളം സേവനങ്ങൾ ലഭ്യമാക്കി. 10-ലധികം ഡിപ്പാർട്ട്മെൻറ്റുകൾ, പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളായ റവന്യൂ, LSTD, സിവിൽ സപ്ലൈസ്, ജനറൽ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, രജിസ്ട്രേഷൻ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ബാങ്ക് പാസ്ബുക്ക് നഷ്ടപ്പെട്ടവർക്ക് ലീഡ് ബാങ്കിൻ്റെ നേതൃത്വത്തിൽ അത് വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ അങ്ങനെയെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇൻമേറ്റ്സിന്, നമ്മുടെ ദുരന്തബാധിതർക്ക് കഴിവതും വേഗത്തിൽ എല്ലാ സർട്ടിഫിക്കറ്റുകളും ലഭ്യമാക്കുക എന്ന് പറയുന്ന ഗവൺമെൻറ് നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. എനിക്ക് കിട്ടിയത് റേഷൻ കാർഡും ID കാർഡും പിന്നെ ആധാറിൻ്റെയും എല്ലാം പെട്ടെന്ന് തന്നെ കിട്ടി. ഇവിടെ വന്ന് കാണിച്ച ഉടനെ വേഗമേ എല്ലാം ശരിയാക്കി തന്നു. ഈ ജനത അതിജീവിക്കുക തന്നെ ചെയ്യും. ആ അതിജീവനത്തിൽ വേണ്ടതെല്ലാം ചെയ്ത് ചേർത്തു നിർത്താൻ ഒരു സർക്കാർ കൂടെയുണ്ട്. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് നഷ്ടപ്പെട്ട ജീവനുകളൊഴികെ മറ്റെല്ലാം തിരിച്ചു കൊടുക്കാനുള്ള പരിശ്രമത്തിലാണ് സർക്കാർ സംവിധാനങ്ങൾ. ക്യാമറമാൻ അഖിൽ ഷായ്ക്കൊപ്പം ജോസിൽ സെബാസ്റ്റ്യൻ, കൈരളി ന്യൂസ്.